ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കസ്റ്റഡിയിലുള്ള പ്രതി സോണിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകും. രഘു, അറസ്റ്റ് എപ്പോഴാണ് രേഖപ്പെടുത്തുക? ഈ കേസിൽ പോലീസ് കണ്ടെത്തിയ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ തന്നെ ഭർത്താവ് സോണി പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. സ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം, അതായത് തലയ്ക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതിനുശേഷം, അതായത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇയാൾക്കെതിരെ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ചേർത്തല സ്വദേശിനിയായ സജിയെ തലയ്ക്ക് ഗുരുതര പരിക്കുകളോടുകൂടി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. വീട്ടുകാരും ഈ ഭർത്താവും മകളും ഒക്കെ പറഞ്ഞിരുന്നത് വീട്ടിൽ വീണ്ടും പരിക്കേറ്റിരുന്നു എന്നുള്ളതായിരുന്നു. ഇവർക്ക് ബോധം വരാത്തത് കൊണ്ട് തന്നെ ഇവർ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മരിച്ചു ശേഷം മൃതദേഹം ചേർത്തലയിലെ മുട്ടം പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് മകൾ വീട്ടുകാരോട് അമ്മയെ അച്ഛൻ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നെന്നും വന്ന് തലയ്ക്ക് ക്ഷതമേറ്റ ദിവസം അതിക്രൂരമായ മർദ്ദനം നടക്കുകയും തലയ്ക്ക് ക്ഷതമേൽക്കാനുള്ള കാരണം തല ഭിത്തിയിൽ പിടിച്ച് ഇടിച്ചത് കാരണമാണെന്നുള്ളൊരു മൊഴി നൽകി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൊഴി നൽകാൻ വൈകിയത് എന്ന് മകളോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ, 1 പേടി, 2 അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിലവിൽ തന്നെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ട്, ഇതുകൂടി അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളാവണ്ട എന്ന് കരുതിയാണ് പറയാതിരുന്നത് എന്നുള്ളതാണ്. സോണിയുടെ പരസ്ത്രീ ബന്ധം സജി ചോദ്യം ചെയ്തതായിരുന്നു ഭാര്യയോടും മകളോടും ഒക്കെയുള്ള പകയ്ക്ക് കാരണം. നിലവിൽ ഇയാൾ ചേർത്തല പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തും. ശരി, എന്തായാലും ചേർത്തലയിലെ സ്ത്രീയുടെ മരണത്തിലാണ് ഇപ്പോൾ അവരുടെ ഭർത്താവിന്റെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നത്.